ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ ആനന്ദു. അപ്പോൾ എല്ലാവരും സൈനിക് സ്കൂളിന് വേണ്ടി നല്ല രീതിയിൽ മാത്സ് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്ററി മെത്തേഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പമാണ്, എന്നാൽ ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. April 5 നമ്മുടെ എക്സാം. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് അഡ്മിഷൻ കിട്ടും അല്ലേ? എളുപ്പമായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇൻ്റലിജൻസും നിങ്ങൾ അതേപോലെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇൻ്റലിജൻസിൽ നമ്മുടെ നമ്പർ സീരീസ് ഒക്കെ ഉണ്ട്, അതേപോലെ കോഡിംഗ് ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ മറ്റേ നമ്മുടെ വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നവോദയയ്ക്ക് പഠിച്ച കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ള മിറർ ഇമേജ്, ഫിഗർ സീരീസ് കംപ്ലീഷൻ, ഓഡ് മാൻ ഔട്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആയിരിക്കും നമ്മൾ ഈ മാത്സും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഇഫ് 1 ഡസൻ നോട്ട്ബുക്ക് കോസ്റ്റ് 42, ഒരു ഡസൻ നോട്ട്ബുക്കിന് കോസ്റ്റ് വരുന്നത് എത്രയാണ്? 42 ആണ്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 5 നോട്ട്ബുക്സ്. ഒരു ഡസൻ നോട്ട്ബുക്സിന് 42 രൂപയാണ് എങ്കിൽ 5 നോട്ട്ബുക്കിൻ്റെ വില കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ എല്ലാവരും ചെയ്യും? ഒരു നോട്ട്ബുക്ക് 42, 5 നോട്ട്ബുക്ക് 42 × 5. അങ്ങനെയാണോ ചെയ്യണ്ടേ? ഇവിടെ എന്താ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്? 1 ഡസൻ ആണ്. 1 ഡസൻ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവും? 12 നോട്ട്ബുക്സ് ഉണ്ടാവും. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 നോട്ട്ബുക്സ് നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തുണ്ട് ഇവിടെ? 12 നോട്ട്ബുക്കിൻ്റെ വിലയാണ്. 12 നോട്ട്ബുക്കിൻ്റെ കോസ്റ്റ് ആണ് എന്ത്? 42 അല്ലേ? 12 നോട്ട്ബുക്സിൻ്റെ കോസ്റ്റ് ആണ് 42. നമുക്ക് 5 നോട്ടിൻ്റെ കാണണ്ടേ? 5 നോട്ടിൻ്റെ കാണുന്നതിന് മുമ്പ് എന്ത് കാണണം? ഒരു നോട്ടിൻ്റെ കാണണം അല്ലേ? ഒരു നോട്ട്ബുക്കിൻ്റെ വില കാണണം. അതെങ്ങനെ കാണും? 12 നോട്ട്ബുക്കിന് 42. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് കാണാൻ എന്ത് ചെയ്യണം? ഈ 42നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതങ്ങനെ തന്നെ കേട്ടെ. ഫ്രാക്ഷനിൽ നമുക്ക് വിടാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. നമുക്ക് ഒന്ന് ചെറുതാക്കിക്കോ, കട്ട് ചെയ്ത് ചെറുതാക്കിക്കോ. നമുക്കപ്പോൾ പ്രശ്നം വരണില്ലല്ലോ. നോക്കി, 42നെയും 12നെയും നമുക്ക് എന്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം? നമുക്ക് 2 വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? 21 വരും. 12ൻ്റെ അവിടെ 6 വരും അല്ലേ? വരില്ലേ? അപ്പോൾ നമുക്കൊന്ന് ഷോർട്ടാക്കി വെക്കാം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തു. 3 വെച്ചിട്ട് ചെയ്യുമ്പം 2, 21ന് 3 വെച്ചിട്ട് ചെയ്യുമ്പം 7/2 എന്ന് പറയില്ലേ? 7 3s are 21, 2 3s are 6 എന്ന് നമുക്ക് 7/2 എന്ന് കിട്ടി. അപ്പോൾ ഒരു നോട്ട്ബുക്ക് 7/2 ആണ്. അപ്പോൾ 5 നോട്ട്ബുക്കിൻ്റെ കാണാൻ എന്താ ചെയ്യണ്ടേ? 5 നോട്ട്ബുക്കിൻ്റെ കാണാനായിട്ട് 7/2 × 5 ചെയ്യണം. അപ്പം എത്ര വരും ഇവിടെ നോക്കിയേ? 7 5s are 35. 35/2 എന്ന് നമുക്ക് വരും. 35/2 എന്ന് നമുക്ക് വരും. സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷനിൽ കിട്ടും, എങ്കിലും നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 35 / 2. അപ്പോൾ എപ്പോഴാണ് നമുക്ക് 34 വരുന്നത്? എപ്പോഴാണ് നോക്കിയേ? 17 × 2 എത്ര വരും? 34 വരും അല്ലേ? അപ്പോൾ 17 × 2 34 എന്ന് നമ്മൾ കൊടുത്തു. കണ്ടോ? വേണമെങ്കിൽ നമുക്ക് 2 വെച്ചിട്ട് ഒറ്റയടിക്കും ചെയ്യാൻ, ഇങ്ങനെ ചെയ്താലും മതി. 2 ഉണ്ട്, 1 കൊടുത്തു, എന്ത് വരും? 2 ഒന്ന് കൊടുത്തു, അടുത്തത് കൊടുത്തു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സാർ ഡയറക്റ്റ് ചെയ്തു, 17 × 2 എന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ 5 എന്ത് പോയി? 1 വന്നു. പോയിന്റ് കൊടുത്തു, 0 താഴത്തേക്ക് എടുത്തിട്ടു, 10. 5 2s are 10, 0. നമുക്ക് എന്ത് വന്നു? 17.5 rupees എന്ന് വന്നു. നോക്കിക്കേ, 12 നോട്ട്ബുക്ക്, ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 എണ്ണം ഉണ്ട്. അപ്പോൾ 12 നോട്ട്ബുക്കിന് 42 രൂപയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിന് 42/12 നമ്മൾ വെട്ടി 7/2 എന്നാക്കി. ഇനി 5 നോട്ട്ബുക്കിൻ്റെ കാണാനോ? 7/2 × 5 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 17.5. ഈ 7/2നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റിലേക്ക് മാറ്റാം, പ്രശ്നമില്ല. സാർ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ അതേ വരത്തുള്ളൂ. ഓക്കെ, 17.5 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കും പോവാം. നോക്കിയേ, ദ കോസ്റ്റ് ഓഫ് 5 ടേബിൾ ഈസ് ദ സെയിം ആസ് ദ കോസ്റ്റ് ഓഫ് 7 ചെയർ. ഇഫ് ദ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ഈസ് 210, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് എ ചെയർ. എ ചെയർ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ചെയറിൻ്റെ കേട്ടോ. അപ്പോൾ നോക്കിയേ, ദ കോസ്റ്റ് ഓഫ് 5 ടേബിൾ ഈ സെയിം ആസ് ദ കോസ്റ്റ് ഓഫ് 7 ചെയർ എന്ന് വെച്ചാൽ എന്താ?
കോസ്റ്റ് ഓഫ് 5 ടേബിൾ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് 5 ടേബിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 7 ചെയർസ്. 7 ചെയർസ് ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇഫ് ദ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ഈസ് 210, ഒരു ടേബിളിന് കോസ്റ്റ് ഓഫ് 1 ടേബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് 210. ഓക്കെ, 210 ആണ്. ഞാൻ കളർ ചേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് 1 ടേബിൾ 210 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് 5 ടേബിൾ നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? കോസ്റ്റ് ഓഫ് 1 ടേബിൾ ഉണ്ടെങ്കിൽ 5 ടേബിൾ കണ്ടുപിടിക്കത്തില്ല. അത് 7 ടേബിൾ ചെയറിനോട് ഈക്വൽ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് 5 ടേബിൾ കാണുക. കോസ്റ്റ് ഓഫ് 5 ടേബിൾ കാണുക. എത്ര വരും? കോസ്റ്റ് ഓഫ് 5 ടേബിൾ എത്ര വരും? 210 ഇൻറ്റു 5 ചെയ്താൽ മതി. അത് എത്രയാണ് വരുന്നത് നോക്കിക്കേ. 5 1s are 5, 5 2s are 10, ഈ 0 ലാസ്റ്റ് ആഡ് ചെയ്തു 1050 നീട്ടി. അപ്പോൾ 1050 എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് ഓഫ് 7 ചെയറിനോട് ഈക്വൽ ആണ്. അപ്പോൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് 7 ചെയർസ് ഈസ് ഈക്വൽ ടു 1050. 1050 ഈക്വൽ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് 7 ചെയറിനാണ് 1050. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് എ ചെയർ എന്ന് വെച്ചാൽ ഒരു ചെയർ. അപ്പോൾ ഒരു ചെയറിൻ്റെ വില കാണാൻ 1050 ഡിവൈഡഡ് ബൈ 7 ചെയ്യണം. അപ്പോൾ അത് എത്രയാണെന്നൊന്ന് ചെയ്തിട്ട് നോക്കിക്കേ. 1050 ഡിവൈഡഡ് ബൈ 7. 7 5s are 35. ഈ 0 നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തു 150. സോ ആൻസർ വിൽ ബി 150 റുപ്പീസ്. 150 രൂപയാണ് ഒരു ചെയറിൻ്റെ വില. നോക്കിക്കേ, കോസ്റ്റ് ഓഫ് 5 ടേബിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 7 ചെയർ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ടേബിൾ 210 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് 5 ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു 1050. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് 7 ചെയർ 1050ക്ക് ഈക്വൽ ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 1 ചെയർ ഈസ് ഈക്വൽ ടു 1050 ബൈ 7. അത് നമുക്ക് എന്തെന്ന് കിട്ടി? 150 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് 2 horses are worth 3 oxen and 5 oxen are worth 120 sheep and 1 sheep is worth Rs 50, what is the price of a horse? ഇതാണ് ഈ ഇച്ചിരി എന്താ പറയുക, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്. വർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില, ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ ഒരു ഷീപ്പിൻ്റെ വിലയാണ് പറയണത്, അല്ലെങ്കിൽ ഒരു കുതിരയുടെ വിലയാണ് പറയണത് കേട്ടോ, അല്ലെങ്കിൽ ബുള്ളോക്കിൻ്റെ വിലയാണ് പറയണത്. അപ്പോൾ നോക്കിക്കേ, ഇഫ് 2 horses are worth 3 oxen, അവിടെ വരെയാണ് ഒരു ടീം കേട്ടോ, ഇവരെ ഒരു ടീമാക്കി എടുക്കുക. ആൻഡ് 5 oxen are worth 120 sheep, അവിടെ വരെ വേറൊരു ടീമായി. ഇവിടെ വരെ വേറൊരു ടീം. ഇനി അടുത്തൊരു ഒരു ക്ലൂവും കൂടെ നമുക്കുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ക്ലൂ ഞാൻ വേറൊരു കളറിൽ കൊടുക്കാം. നോക്കിക്കേ, ക്ലൂ എന്താണ്? 1 sheep is worth Rs 150. ഒരു ഷീപ്പ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഒരു ഷീപ്പിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണെന്ന് അവർ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ആകെയുള്ള ഒരു ക്ലൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 1 sheep അല്ലേ, നോക്കി 1 ഷീപ്പിൻ്റെ വില നമുക്കറിയാം Rs 50 ആണ്, 50 രൂപയാണ്. നമുക്ക് എത്ര ഷീപ്പ് ഉണ്ട് മൊത്തത്തിൽ? 120 ഷീപ്പ് ഉണ്ടല്ലേ. 5 ഓക്സൻ്റെ വില എന്ന് പറയുന്നത് നോക്കിക്കേ, 5 ഓക്സിൻ്റെ വില എന്ന് പറയുന്നത് 120 ഷീപ്പിൻ്റെ വിലയോട് തുല്യമാണ്. 120 ഷീപ്പിൻ്റെ വിലയോട് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഈ 120 ഷീപ്പ് കണ്ടുപിടിക്കണ്ടേ? ഒരു ഷീപ്പിന് 50 ആണെങ്കിൽ 1 ഷീപ്പ് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് 50 ആണ് എങ്കിൽ 120 ഷീപ്സിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 50 × 120 ചെയ്യണം അല്ലേ? 50 × 120 ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എത്ര വരും? 5 × 2 10ന് 0 കൊടുത്തു, 1 കൊടുത്തു, 5 1s are 5, 6 കൊടുത്തു.
2 സീറോസും കൂടെ കൊടുത്തു 6000. അപ്പം 120 ഷീപ്പിൻ്റെ വില എന്ന് പറയുന്നത് 6000 റുപ്പീസ് ആണ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്, 5 ഓക്സൻ്റെ വില 5 ഓക്സൻ എന്ന് പറയുന്നത് എന്തായി? അപ്പോൾ 120 ഷീപ്പിൻ്റെ വില എന്ന് പറയുന്നത് 6000 അല്ലേ? 6000-ന് ഈക്വലായി കേട്ടോ, 6000-ന് ഈക്വലായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഓക്സൻ്റെ വില കണ്ടുപിടിക്കത്തില്ലേ? ഇവിടെ 3 ഓക്സൻ 2 ഹോഴ്സുമാണ്. ഹോഴ്സിന് വേറെ ക്ലൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 ഓക്സനിൽ നിന്ന് ഒരു ഓക്സൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നോക്കിക്കേ, 5 ഓക്സന് 6000 രൂപയാണ്. അപ്പോൾ ഒരു ഓക്സൻ്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 6000 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ ഒരു ഓക്സൻ്റെ വില എന്ന് 10 അല്ല കേട്ടോ, ഇത് 1 ഓക്സൻ്റെ വില എന്ന് പറയുന്നത് 1200 എന്ന് നമുക്ക് കിട്ടും. 1200 രൂപ എന്ന് കിട്ടും. അപ്പോൾ 1 ഓക്സനായി. നമുക്ക് 3 ഓക്സനാണ് 2 ഹോഴ്സിനോട് ഈക്വൽ അല്ലേ? 3 ഓക്സൻ്റെ വില എന്ന് പറയുന്നത് 2 ഹോഴ്സിനോട് ഈക്വലാണ്, 2 ഹോഴ്സിൻ്റെ വിലയോട് ഈക്വലാണ്. അപ്പോൾ 3 ഓക്സൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1200-നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് എത്ര വന്നു? നമുക്ക് 3600 എന്ന് വന്നു. 3600 എന്ന് വന്നു. അപ്പോൾ ഇതെന്താ? 3 ഓക്സൻ്റെ വിലയാണ് 3600. അതിനോട് തുല്യമാണ് എന്ത്? 2 ഹോഴ്സിൻ്റെ വില. അപ്പോൾ അത് അടുത്തൊരു പോയിന്റ് അവിടെ വരുവാണ്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചു, 3 ഓക്സിൻ്റെ വിലയോട് ഈക്വലാണ് 2 ഹോഴ്സ് അല്ലേ? ഇതാണ് അടുത്തൊരു ക്ലൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? 3 ഓക്സിന് എത്രയാ? 3600 എന്ന് പറയുന്നത് 2 ഹോഴ്സിൻ്റെ വിലയാണ്. അപ്പോൾ ഒരു ഹോഴ്സിൻ്റെ വില കാണാൻ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഞാൻ ഇങ്ങനെ എഴുതാം, നോക്കിയേ. 2 ഹോഴ്സിന് 2 ഹോഴ്സിന് 3600 രൂപ. അപ്പോൾ ഒരു ഹോഴ്സിൻ്റെ വില കാണാൻ എന്താ ചെയ്യണ്ടേ? 3600-നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 3600-നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? നമുക്കറിയാം 18 × 2 ആണ് എന്ത്? 36. അപ്പം നമുക്ക് 18 എഴുതുക, 2 സീറോ ഇട്ട് കൊടുക്കുക. അപ്പം 1800. അപ്പോൾ ഒരു ഹോഴ്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 1800. നമ്മുടെ ആൻസറും 1800 ആണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ഹോഴ്സ്? 1800 കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്യാം. ഒരു ഷീപ്പിൻ്റെ വില 50 രൂപ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. 5 ഓക്സൻ എന്ന് പറയുന്നത് 120 ഷീപ്പിൻ്റെ വിലയോട് തുല്യമാണ്, എണ്ണത്തിലല്ല, വിലയോട് തുല്യമാണ്. അപ്പോൾ ഒരു ഷീപ്പിൻ്റെ വില 50 രൂപയാണെങ്കിൽ 120 ഷീപ്പിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? അത് കണ്ടുപിടിച്ചതാണ്. 50 × 120 6000. അപ്പോൾ 5 ഓക്സൻ്റെ വില 6000-ഓട് തുല്യമാണ്. അപ്പോൾ 5 ഓക്സന് 6000 ആണെങ്കിൽ ഒരു ഓക്സൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഒരു ഓക്സൻ്റെ വില 1200. ഒരു ഓക്സൻ്റെ വില 1200 ആണെങ്കിൽ നമുക്ക് ക്ലൂവിൽ 3 ഓക്സൻ എന്ന് പറയുന്നത് 2 ഹോഴ്സിൻ്റെ വിലയോട് തുല്യമാണ്. 3 ഓക്സൻ എന്ന് പറയുന്നത് 2 ഹോഴ്സിൻ്റെ വിലയോട് തുല്യമാണ്. അപ്പം നമുക്കത് 3600 ആണെങ്കിൽ അത് 2 ഹോഴ്സിന് തുല്യമല്ലേ? അപ്പോൾ ആ 2 ഹോഴ്സിന് തുല്യമായ 3600-ൽ നിന്ന് ഒരു ഹോഴ്സിൻ്റെ വില കണ്ടുപിടിക്കണം. അതിന് 3600-നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 1800 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ ദെൻ അതേപോലെ തന്നെ നമ്മുടെ CC+ൽ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ബാച്ചാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വെക്കേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ പേരൻസിനും കുട്ടികൾക്കും ഉള്ള ഒരു ആഗ്രഹമാണല്ലേ IAS IPS ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കണം, യൂണിഫോം ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വരണം, നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീൽ പ്രൗഡ് മൊമെൻ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്. നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾക്ക് പലർക്കും അറിയത്തുണ്ടാവില്ല എന്താണ് പഠിക്കേണ്ടത്. എനിക്ക് ആഗ്രഹമുണ്ട്, ഇതിൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പേരൻസിനോട് പറയുക, എനിക്കിങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇതിൽ ജോയിൻ ചെയ്യണം, അപ്പോൾ എനിക്ക് പഠിക്കണം. ഏറ്റവും മെയിൻ കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ് കേട്ടോ. അത് വായിക്കണം, അതൊന്നും നടക്കില്ല. നമ്മുടെ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് 4 to 10 ഏപ്രിൽ 10 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പർ ആയിട്ടുള്ള 9496949929
സെക്ഷനിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 13 boxes of apple cost ₹845, find the cost of 49 boxes. ഉണ്ടോ, 13 ബോക്സ് ഓഫ് ആപ്പിളിന് 845 രൂപയാണ് എങ്കിൽ കോസ്റ്റ് ഓഫ് 49 ബോക്സിന് എത്ര രൂപയാകും എന്നതാണ് ചോദ്യം. അപ്പം നോക്കിക്കേ, 13 ബോക്സസിന് ആപ്പിളിന് 845 രൂപയാണ്. അപ്പോൾ ഒരു ബോക്സിൻ്റെ വില കണ്ടുപിടിക്കണ്ടേ? ഒരു ബോക്സിൻ്റെ വില 1 ബോക്സ് ഓഫ് ആപ്പിൾ എന്താ ചെയ്യണ്ടേ? 845നെ 13 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സാർ അങ്ങനെ തന്നെ അതിനെ കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് നോക്കാം. 845 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, നോക്കിയേ, 13 × 6 ആണ് 78 വരിക കേട്ടോ. പതിമൂന്ന് × 5 ചെയ്താൽ 65. അപ്പം നോക്കിക്കേ, ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഈ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 5 3s are 15. നമുക്ക് കിട്ടും. അപ്പോൾ കറക്റ്റാ. എന്താ ആൻസർ? 65. ഡൗട്ട് ഉള്ളവർക്കാട്ടോ പറഞ്ഞത്. ഡൗട്ട് ഇല്ലാത്തവർ അതും കൂടെ ചെയ്ത് സമയം കളയരുത് കേട്ടോ, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1 ബോക്സ് ആപ്പിളിന് 65 rupees ആണെന്ന് കിട്ടി. അപ്പോൾ 49 ബോക്സ് ഓഫ് ആപ്പിളിന് എത്രയായിരിക്കും? 49 ബോക്സസ് ഓഫ് ആപ്പിൾ എത്രയായിരിക്കും? 65 × 49 ചെയ്യണം. അപ്പോൾ 65 × 49 ചെയ്യുമ്പോൾ ഇപ്പം നോക്കിക്കേ, 65 × 49 നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് 3185 ആണ് കേട്ടോ. നമുക്കിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3185. അപ്പം 49 ബോക്സസ് ഓഫ് ആപ്പിളിന് എത്ര രൂപയാണ് വരുന്നത്? 3185 രൂപയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, കിട്ടും. ഈ 40 oranges cost ₹14. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 14 oranges. എന്താ പറഞ്ഞാൽ മൊത്തം ഒരു 14 ആയല്ലേ. നോക്കിയാൽ 40 ഓറഞ്ചിന് 14 രൂപയാണ്. 40 ഓറഞ്ചിന് 14 രൂപ എങ്കിൽ 14 ഓറഞ്ചിന് എത്ര രൂപ? 40 ഓറഞ്ചിന് കേട്ടോ, 40 ഓറഞ്ചസിന് 14 രൂപ. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിച്ചാലേ നമുക്ക് 14 ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഓറഞ്ചിൻ്റെ വില എന്ത് വരും? 14/40 വരും. ഇവിടെയുള്ള ആൾ ഡിവിഷനിലേക്ക് പോകുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 14 ഓറഞ്ചുകളുടെ വിലയാണ്. 14 ഓറഞ്ച്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 14/40 × 14 ചെയ്താൽ മതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോകണ്ട, നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇവരെ നമ്മൾ 2 വെച്ചിട്ടങ്ങ് വെട്ടുക. 7 2s are 14. 20 × 2 14. ഇവരെയും വെട്ടുക. 7 2s are 14. 10 2s are 20. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 7 × 7 49 ബൈ അവിടെ കിടക്കണ 10. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 4.9. 10 വന്നാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടൂലേ. അപ്പോൾ എത്രയാ? ദ കോസ്റ്റ് ഓഫ് 14 ഓറഞ്ചസ്. 14 ഓറഞ്ചസിൻ്റെ വില എന്ന് പറയുന്നത് 4.9 രൂപയാണ്. ചില ഓപ്ഷനുകളിൽ 4.90 എന്ന് കാണാറുണ്ട്. ഈ ലാസ്റ്റ് 0 വന്നത് വലിയ നമ്മൾ മൈൻഡ് ചെയ്യുന്ന ആളല്ല, നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ, ഒരു കാര്യമില്ല. ബാക്കി 4.9 വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി 9ൻ്റെ ഫ്രണ്ടിലൊക്കെ 0 വരുന്നതാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അത് വാല്യൂഡ് തന്നെയാണ്. ലാസ്റ്റ് ഒരു 0 വരുവാണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 4.9 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂണിറ്ററി മെത്തേഡിൽ നിന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ സൈനിക് സ്കൂളിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വെക്കേഷൻ ടൈമാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസം ഇൻ്റലിജൻസിനായാലും GK ആയാലും ഈ പറയുന്ന മാത്സിനായാലും ലാംഗ്വേജിനായാലും ഇംഗ്ലീഷിനായാലും നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ എത്താൻ പറ്റുള്ളൂ. മാത്സിന് കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ്റലിജൻസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ. കോഡിംഗ് ഒക്കെ പെട്ടെന്നൊന്ന് നോക്കിയെടുത്താൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ ന്യൂ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. വിളിക്കേണ്ട നമ്പർ 9496949929 വിളിച്ച് അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുക. പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മറക്കാതെ അതിനകത്ത് ചെയ്യുക കേട്ടോ. ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വരാം. ബൈ.